അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. അറിവിന്റെ മുറ്റത്തേക്ക് പുതുതായി ചുവടുവച്ചത് 2,40,000 കുട്ടികൾ. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം പ്രാപ്പോയിലിൽ ടി. ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കിടയിൽ സ്ക്രീൻ ടൈം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്പീക്കർ AN ഷംസീർ. ഏറ്റുകുടുക്ക AUP സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം, ചെറുതാഴം, വിളയാങ്കോട്, കടന്നപ്പള്ളി ഗ്രാമങ്ങളുടെ ജലസമ്പന്നതയെ നിർണായകമായി സ്വാധീനിക്കുന്ന അലക്യം തോട് ഒഴുക്ക് നിലച്ച് നാശത്തിന്റെ വക്കിൽ. ഒഴുക്ക് നിലയ്ക്കാൻ കാരണം ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ തോട്ടിൽ തള്ളിയ മണ്ണ് നീക്കാത്തതിനാൽ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും വലിയപറമ്പ് പഞ്ചായത്ത് BMCയുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാടക്കാൽ കണ്ടലോരം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. 2,40,000 കുട്ടികളാണ് ഇന്ന് പുതുതായി അറിവിന്റെ മുറ്റത്തേക്ക് ചുവടുവച്ചത്. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേറ്റത്. ഓരോ സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചാണ് കുട്ടികളെ വരവേറ്റത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള അധ്യാപക പരിശീലനവും SSLC മൂല്യനിർണ്ണയത്തിലെ മാറ്റവുമാണ് ഈ വർഷത്തെ പ്രത്യേകത. പോക്സോ നിയമത്തിന്റെ ബോധവൽക്കരണം, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്നിവ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് ഈ വർഷം ഊന്നൽ നൽകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധ്യാപകർക്ക് നൽകിയ പരിശീലനമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്കൂളുകളിൽ നടപ്പാക്കും. പരാതികൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിന് സ്കൂളുകളിലെ ജനജാഗ്രതാ സമിതികൾക്ക് വാട്സപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. SSLC പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഓരോ വിഷയത്തിലും മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഈ വർഷം മുതൽ നടപ്പാകും. 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ സ്ത്രീ പുരുഷ തുല്യത ഉൾപ്പെടുത്തിയതിന് ഇത്തവണ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കുട്ടികൾക്കിടയിൽ സ്ക്രീൻ ടൈം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്പീക്കർ AN ഷംസീർ. ഏറ്റുകുടുക്ക AUP സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1946 സ്ഥാപിതമായ ഏറ്റുകുടുക്ക AUP സ്കൂളിന്റെ പുതിയ കെട്ടിടം കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും യുഗമായതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. പകരം സ്ക്രീൻ ടൈം ഏർപ്പെടുത്തണമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഷംസീർ പറഞ്ഞു. അല്ലാതെ മക്കളിൽ ചെറുത് എന്ന് പറഞ്ഞാൽ ആരും പഴയപോലുമില്ല. പുതിയ ജനറേഷൻ മക്കളെല്ലാം 1 2 ആണ്. 1 2 മക്കൾ മാത്രമുള്ള രക്ഷിതാക്കൾ അവരുടെ സ്വപ്നം തന്റെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ്. ആ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവിടത്തേക്ക് കിലോമീറ്റർ സഞ്ചരിച്ച് ആ മക്കളെ കിലോമീറ്റർ സഞ്ചരിച്ചു. അതുകൊണ്ട് ഈ നാന്തോരടക്കം പോലെ കുട്ടികളെല്ലാം ഇവിടെ തന്നെ പഠിക്കണമെന്ന് വാശി വിട്ടുകയാണ്. ഇവിടെ തന്നെ പഠിക്കണമെന്ന് വാശിക്കുന്ന കുട്ടികളിൽ ഇവിടെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സന്ദേശം.
ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷനായി. കുട്ടികളുടെ ശാസ്ത്രോദ്യാനം കനവിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. ശാസ്ത്ര ലാബിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ നിർവഹിച്ചു. സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം C. സത്യപാലനും നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം P. ശശിധരനും സ്പീഡ് ബ്രേക്കർ ഉദ്ഘാടനം പെരിങ്ങോം CI P. രാജേഷും നിർവഹിച്ചു. C. രവീന്ദ്രൻ, T. ഗോപാലൻ, P. പങ്കജാക്ഷി, KG ബിന്ദുമോൾ, രതീഷ് വൈക്കത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുരുന്നുകൾ ഇന്ന് അക്ഷര ലോകത്തേക്ക്. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം പ്രാപ്പോയിലിൽ നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത വിളംബര ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിച്ചത്. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത വിളംബര ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിച്ചത്. മുത്തുക്കുടകളോടെയും ബാൻഡ് മേളങ്ങളോടെയുമാണ് ഘോഷയാത്ര നടന്നത്. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മെല്ലെ മെല്ലെ അക്ഷരലോകത്തേക്ക് നടന്നു കയറാനുമുള്ള വഴിയാണ് പ്രീ പ്രൈമറി എന്ന് പറയുന്നത്. ഈ സ്കൂൾ അതുമുതൽ ഹയർ സെക്കൻഡറി വരെ കുട്ടികൾ പഠിച്ചു വരുന്നൊരു വിദ്യാലയമാണ്. കുറേയേറെ അസൗകര്യങ്ങളുണ്ട്. പുതിയ കെട്ടിടം വേണം, കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഞങ്ങൾ തന്നെ പറഞ്ഞു, കായിക പരിശീലനത്തിന് PTA-യും നാട്ടുകാരും എല്ലാം ചേർന്ന് നല്ലൊരു സ്ഥലം വാങ്ങിച്ചാൽ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി നമുക്കുണ്ടാക്കാം എന്ന്. യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ AEO PP രത്നാകരൻ, KM ഷാജി, M. ബാലകൃഷ്ണൻ, MV ഭാസ്കരൻ, പ്രധാനാധ്യാപകൻ KV സജി, M. അലിയാറുകുട്ടി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭാതല പ്രവേശനോത്സവം വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകൾക്ക് സ്കൂളിൽ വർണ്ണാഭമായ വരവേൽപ്പാണ് നൽകിയത്. മുത്തുക്കുടയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് കുട്ടികളെ വരവേറ്റത്. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പയ്യന്നൂർ നഗരസഭാതല പ്രവേശനോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത്. കേരളത്തിൽ ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1-ാം ക്ലാസ്സിലെത്തും എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കുന്നത് എന്നതാണ്. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ C. ജയ, കൗൺസിലർമാരായ T. ദാക്ഷായണി, E. ഭാസ്കരൻ, E. കരുണാകരൻ, KK ഫൽഗുനൻ, SMC ചെയർമാൻ VV സുഗു, മദർ PTA പ്രസിഡന്റ് സജ്ന, AEO P. രത്നാകരൻ, BPC KC പ്രകാശൻ, ഹെഡ്മാസ്റ്റർ E. സതീശൻ, KV ഗിരിജ, KV സുധാകരൻ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെത്തിയ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് വെള്ളൂർ ബാങ്ക്, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. KP ജ്യോതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂലി വർധന ആവശ്യപ്പെട്ട് പയ്യന്നൂർ മേഖലയിലെ ചുമട്ടുതൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജൂൺ 11 മുതലാണ് തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചത്. സമരം പ്രഖ്യാപിച്ച തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി.
കൂലി വർധന ആവശ്യപ്പെട്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ മേഖലയിലെ ചുമട്ട് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ജൂൺ 11 മുതലാണ് തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 വർഷം മുൻപ് നിലവിൽ വന്ന കൂലി തന്നെയാണ് ഇപ്പോഴും പയ്യന്നൂർ മേഖലയിൽ. ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സമരത്തിന് മുന്നോടിയായി തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 2021 നേരിയ തോതിലുള്ള കൂലി വർധനവ് അനുവദിച്ചു തന്നത്. അന്ന് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അവർ പറഞ്ഞത് 2 വർഷത്തേക്ക് കരാറാക്കി കഴിഞ്ഞാൽ 3 വർഷം കരാറാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും പറ്റില്ല, 2 വർഷക്കാലത്തേക്ക് മാത്രമേ കരാറാക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം അവർ അത് സമ്മതിച്ചപ്പോ 2 വർഷം കഴിഞ്ഞ് കൂലി വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ നമുക്ക് നല്ല മാറ്റമുണ്ടാക്കാം, ഇപ്പോഴും അംഗീകരിച്ച് നിങ്ങൾ പോകണം എന്നാണ് നമ്മളൊന്ന് പറഞ്ഞത്. INTUC നേതാവ് AP നാരായണൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജഗദീശൻ, TT രാജൻ, K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒഴുക്കുനിലച്ച് അലക്യം തോട്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന വിളയാങ്കോട് ഭാഗത്ത് തോട്ടിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന തോട്ടിലെ മണ്ണ് നീക്കം ചെയ്യാത്തത് പരിസരവാസികളെ ആശങ്കയിലാക്കുകയാണ്. ദേശീയപാത പ്രവൃത്തി നടക്കുന്ന വിളയാങ്കോട് ഭാഗത്താണ് അലക്യം തോട്ടിൽ മണ്ണിട്ടിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ ഒഴുക്ക് നിലച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ ഭാഗത്ത് പൂർണ്ണമായും ദേശീയപാത സർവീസ് റോഡ് തോടരികിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മുൻപ് ദേശീയപാതയിലേക്ക് വെള്ളം കയറി ഗതാഗതം കടന്നപ്പള്ളി വഴി തിരിച്ചുവിട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഏമ്പേറ്റിലെ പുതിയ കണ്ടം വയലിൽ നിന്ന് ഉത്ഭവിച്ച് പരിയാരം, ചെറുതാഴം, വിളയാങ്കോട് വഴി കടന്നപ്പള്ളി വില്ലേജിലൂടെ വണ്ണാത്തിപ്പുഴയിൽ ചേരുന്ന തോട് നിരവധി ഗ്രാമങ്ങളുടെ ജലസമ്പന്നതയെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കും തോട് ആശ്രയമാണ്. എന്നാൽ മണ്ണും മറ്റു വസ്തുക്കളും തങ്ങി നിന്ന് തോടിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണിപ്പോൾ. മഴക്കാലമായാൽ തോട് നിറഞ്ഞൊഴുകുക പതിവാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം സമീപവാസികളെ ഇത് ഭീതിയിലാഴ്ത്തുകയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാത അധികൃതർ മണ്ണ് നീക്കം ചെയ്ത് തോടിന്റെ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമം കുറ്റൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവവും പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവവും പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂൾ വികസന സമിതി നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് V ഷീജ, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PP രാമൻ മാസ്റ്റർ, MK കരുണാകരൻ മാസ്റ്റർ, ലൈല, VV രാമചന്ദ്രൻ മാസ്റ്റർ, വത്സൻ കാരിയിൽ, സരിക പ്രദീപ്, അഖില A, ബിജു CV തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പഞ്ചായത്തിലെ LKG, UKG 1ാം തരം ക്ലാസ്സിലെ കുട്ടികൾക്ക് എരമംകുറ്റൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പഠനോപകരണ കിറ്റ് നൽകി. DYFI ഓലയമ്പാടി മേഖലാ കമ്മിറ്റി പ്രീ പ്രൈമറി 1ാം ക്ലാസ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പെരുവാമ്പിയും പഠനോപകരണങ്ങൾ നൽകി. എരമംകുറ്റൂർ വനിതാ സൊസൈറ്റി 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കുട വിതരണം ചെയ്തു. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചത്. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ PTA ഒരുക്കിയ പഠന കിറ്റും കനവ് തോട്ടിച്ചാൽ നൽകിയ നോട്ട്ബുക്കും പെന്നും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TV നാരായണൻ മാസ്റ്റർ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീജിത് കുമാർ PC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത നാടകപ്രവർത്തകനും നാടൻപാട്ട് കലാകാരനുമായ പ്രകാശൻ ചന്തേര കുട്ടികളും രക്ഷിതാക്കളുമായി പാട്ടും കഥകളുമായി ഒത്തുചേർന്നു. റീന ടീച്ചർ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് എടുത്തു.
മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ്സിൽ നിന്ന് പാസ്സാകുന്ന സമയത്ത് ഫുൾ A+ വാങ്ങിയിട്ട് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ തിരിച്ചു തരും. ഇതാണ് മാതൃ സ്കൂൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ഇപ്രാവശ്യം പയ്യന്നൂർ മണ്ഡലത്തിൽ എല്ലാ സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ജയിച്ചു വന്നിട്ടുണ്ട്. ഒരു കുട്ടി പോലും ഒരു സ്കൂളിൽ നിന്ന് തോറ്റില്ല. അതിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചൊരു സ്കൂളാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MVM കുഞ്ഞുവിഷ്ണു നമ്പീശന്റെ പേരിലുള്ള മാത്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗ്രാമപഞ്ചായത്ത് അംഗം K. പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. ഹെഡ്മിസ്ട്രസ് P. സുലേഖ, VV ഭാർഗവൻ, T. നാരായണൻ, ഹസീന കബീർ, P. ഉണ്ണികൃഷ്ണൻ, P. സവിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഡോക്ടർ സുദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ 1996 മുതൽ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന കുട്ടികൾ വഴിയുള്ള മിക്കവാറും മുഖങ്ങൾ ഒരിക്കലും പലപ്പോഴായിട്ടും ഞാൻ കണ്ടിട്ടുള്ള മുഖങ്ങളാണ്. ഇങ്ങനെയൊരു സദസ്സിൽ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വലിയ സന്തോഷം. നേരത്തെ സ്വാഗതം പറഞ്ഞ രവീന്ദ്ര മാഷായാലും അധ്യക്ഷൻ ശശികുമാറായാലും എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളുണ്ടെന്നാണ് അവർ മൊത്തത്തിൽ സൂചിപ്പിച്ച കാര്യത്തിൽ അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SMC ചെയർമാൻ M. ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. VV രവീന്ദ്രൻ മാസ്റ്റർ, P. ശ്യാമള, ജുബൈരിയ PV, വിനയചന്ദ്രൻ മാസ്റ്റർ, ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് സുരേഷ് പള്ളിപ്പാറയുടെ നാടൻ പാട്ടും അരങ്ങേറി. കാങ്കോൽ ALP സ്കൂൾ പ്രവേശനോത്സവം കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ സമീർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ജയശ്രീ P. PM വത്സല, അഡ്വക്കേറ്റ് PP സിദ്ദീൻ, AK രാജഗോപാലൻ മാസ്റ്റർ, N. അബ്ദുൾ ഗഫൂർ, PV ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലിക്കോട് ചന്തേര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. മോഷ്ടാവിന്റെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ചന്തേര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 1:30യോടെയാണ് സംഭവം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലെ മൂലഭണ്ഡാരം ഇളക്കിയെടുത്ത് മത്സ്യ കർഷക ക്ലബിനടുത്തെത്തിച്ച് പൊളിച്ച് പണം കവർന്നു. പുറത്തുള്ള ഒരു ഭണ്ഡാരം പൂട്ട് തകർത്ത് പണം കൊണ്ടുപോയെങ്കിലും മറ്റൊരു ഭണ്ഡാരത്തിന്റെ അകത്തെ പൂട്ട് തകർക്കാനായില്ല. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മുത്തപ്പൻ മടപ്പുര സെക്രട്ടറി K. ലതീഷ് ലാലിന്റെ പരാതിയിൽ ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 10 ദിവസം മുൻപ് തൊട്ടടുത്ത് കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും പൂട്ട് തകർത്ത് മോഷണം നടന്നിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വർഷത്തെ രാജ്യ സേവനത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ കണ്ടോത്ത് സ്വദേശി രാജേഷിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനു സമീപം സ്വീകരണമൊരുക്കി. ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. 28 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ കണ്ടോത്ത് സ്വദേശി രാജേഷിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. ടീം കണ്ണൂർ സോൾജിയേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പർ സുകേഷ് അടുത്തില സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പേരൂർ ഹാരാർപ്പണം നടത്തി. ടീം കണ്ണൂർ സോൾജിയേഴ്സ് അഡ്മിൻ മെമ്പർ പ്രദീപ് കാങ്കോൽ സംസാരിച്ചു. രാജേഷിന്റെ കുടുംബവും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സ്വീകരണത്തിന് രാജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. രാമന്തളി പഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളും ചിദംബരനാഥ് UP സ്കൂളും സംയുക്തമായി പ്രവേശനോത്സവം നടത്തി. ചെറുപുഴ JM UP സ്കൂളിലും പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലും ഈ വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു.
വാർഡ് കൌൺസിലർ ടി.പി. അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ പ്രസിഡന്റ് പി.വി. അശോകൻ അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവത്തോടൊപ്പം LSS പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി കെ. ജയശ്രീ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി രാജു അത്തായി, മദർ പി.ടി.എ പ്രസിഡന്റ് ഉദയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 1978-79 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പായസ വിതരണം നടത്തി. എഴുത്തുകാരി ഉദയ പയ്യന്നൂർ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഉല്ലാസനേരം ക്ലാസ് സംഘടിപ്പിച്ചു. ഹെഡ് മിസ്സസ് മിനി VP, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ഇ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ JMUP സ്കൂളിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അന്തരിച്ച മാനേജർ കെ. കുഞ്ഞികൃഷ്ണൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിച്ചു. സ്കൂളിന് പുതിയതായി നിർമ്മിച്ച അടുക്കളയുടെ പാലുകാച്ചൽ ചടങ്ങും നടന്നു. കുട്ടികൾക്ക് പഠനോപകരണവും മധുരപലഹാരവും വിതരണം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. ബാലകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കെ. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ടി. രമേശ് ബാബു, ശ്രീന രഞ്ജിത്ത്, പ്രധാനാധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ, E. ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി പഞ്ചായത്ത് തല പ്രവേശനോത്സവം രാമന്തളി പഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂൾ, ചിദംബരനാഥ് UP സ്കൂൾ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ഷൈമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ +2-നും ഫുൾ A+ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഒരുപക്ഷെ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുഖ്യ അതിഥികളായി വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് SMC ചെയർമാൻ ഹരീഷ് കുമാർ MM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ശ്രീധരൻ, K. ചന്ദ്രൻ, VM കാഞ്ചന ടീച്ചർ, K. ജയരാജൻ മാസ്റ്റർ, MV സീമ, സിന്ധു, മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. DYFI രാമന്തളി മേഖലാ കമ്മിറ്റി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വടക്കുംപാട് കാനറ ബാങ്ക് സ്കൂളിലേക്ക് സീലിംഗ് ഫാനുകൾ നൽകി. പുന്നക്കടവ് കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും നടന്നു. മാടായി ഉപജില്ലാതല പ്രവേശനോത്സവം ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M. വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളും, രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും എല്ലാവരും ദയവായി ഈ കോളിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം വളരെ കരുത്താർജിച്ച ഒരു കാലത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. കുറേ ആൾ LKG-യിലേക്ക്, കുറേ ആൾ 1ാം ക്ലാസ്സിലേക്ക്, കുറേ ആൾ 5ാം ക്ലാസ്സിലേക്ക്, കുറേ ആൾ 8ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്നു. അതോടൊപ്പം മറ്റ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ചെറുകുന്ന് വെൽഫെയർ സ്കൂൾ നല്ല സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് 100% നന്നായി പോകുന്നുണ്ട്. പുതിയ ബിൽഡിങ് ഇപ്പോൾ മുന്നിൽ 1 കോടിയുടെ ബിൽഡിങ് വരാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ. ഗ്രൗണ്ട് ഇപ്പോൾ നമ്മുടെ വലിയ ഗ്രൗണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപാട് മാറ്റത്തിലേക്ക് നമ്മുടെ സ്കൂൾ പോവാണ്. ഏതായാലും എന്തിനാ പ്രവേശനോത്സവം ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാ സ്കൂളിലേക്ക് വരുന്നത്? ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാടായി AEO PK ഭാർഗവൻ പ്രവേശനോത്സവ സന്ദേശം നൽകി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് MC പ്രകാശൻ കോക്കോട്ട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. PV സജീവൻ, രേഷ്മ പരാഗൻ, അനിത K. കൃഷ്ണൻ, രാജേഷ് കണ്ണപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിശിഷ്ടാതിഥികൾ ചേർന്ന് അക്ഷരദീപം തെളിയിച്ചത് കുട്ടികൾക്ക് നവ്യാനുഭവമായി. വിദ്യാലയത്തിൽ പുതുതായി പ്രവേശനം നേടിയ മുഴുവൻ കുട്ടികൾക്കും സമ്മാന വിതരണം നടത്തി. തുടർന്ന് വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിലെ ഏക ഗണിത പാർക്ക് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം എന്നത് GWHSS ചെറുകുന്നിന്റെ പ്രത്യേകതയാണ്. NSSന്റെ നേതൃത്വത്തിൽ ഒരു ഹെർബൽ ഗാർഡനും വിദ്യാലയത്തിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി പഞ്ചായത്ത് തല പ്രവേശനോത്സവം വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ ഒരു മോഡൽ വിദ്യാലയം
വെങ്ങര വെൽഫെയർ യു.പി. സ്കൂൾ ആണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ വിദ്യാലയത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണസമിതി തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം നമ്മൾ നിർമ്മിച്ച ഏറ്റവും നല്ല ടോയ്ലറ്റ്, അതോടൊപ്പം തന്നെ പുതിയ പ്രൊജക്റ്റിൽ വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ യു.പി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ റഷീദ ഒടിയിൽ അധ്യക്ഷത വഹിച്ചു. വി മുരളീധരൻ, ആയിഷ ബി ഒടിയിൽ, സുകേഷ് അഴീക്കോടൻ, സി വിനിഷ, ടി വി അജേഷ് എന്നിവർ പ്രസംഗിച്ചു. അഭിനന്ദനങ്ങൾ നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് എം ഹമീദ് അധ്യക്ഷത വഹിച്ചു. KKR വെങ്ങര മുഖ്യാതിഥിയായി. ചെറുകുന്ന് GVHSSൽ നടന്ന പ്രവേശനോത്സവം കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് റീന MV, രാജേഷി, VK രഞ്ജിത്ത്, T ബാബു, രഞ്ജന AP എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും വലിയപറമ്പ് പഞ്ചായത്ത് BMCയുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാടക്കാൽ കണ്ടലോരം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. കായലിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നഴ്സറിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത 12,000 കണ്ടൽ തൈ നടാനായി പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും പരിസ്ഥിതി പ്രവർത്തകൻ C ദിവാകരനും തൊഴിലുറപ്പ് തൊഴിലാളികളും ജീവനക്കാരും BMC അംഗങ്ങളും കായലിലൂടെ കാൽനടയായി നടന്ന് കണ്ടലോരത്തെത്തിയാണ് കണ്ടൽ നട്ടത്. കണ്ടലുകളെക്കുറിച്ച് പഠിക്കാനെത്തുന്ന പഠന വിദ്യാർത്ഥികൾക്കായി വിവിധയിനം കണ്ടലുകൾ തയ്യാറാക്കി വരുന്നു. കായലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഖാദർ പാണ്ഡ്യാല, ഭരണസമിതി അംഗം M താജുന്നീസ, നവകേരളം റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ മാസ്റ്റർ, BMC കൺവീനർ N ദേവരാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി V പ്രദീപൻ, AE ഹിസാന തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞനുമായ CV ദിവാകരന്റെ ജീവനം നീലേശ്വരം നൽകിയ വിത്താണ് നഴ്സറിക്കായി ഉപയോഗിച്ചത്. നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ മാടക്കാലിൽ കണ്ടലോരം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും അതിന്റെ 2ാം ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാടക്കാലിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കണ്ടലിന്റെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാട്ടർ സ്ട്രീറ്റിന്റെ ഭാഗമായി കയാക്കിങ്ങിലൂടെയും സ്പീഡ് ബോട്ടിലൂടെയും നിരവധി ടൂറിസ്റ്റുകളാണ് ദിവസേന വലിയപറമ്പ് പഞ്ചായത്തിന്റെ ഈ കണ്ടലോരത്ത് എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും യാത്രയാകുന്ന ഹജ്ജുമ്മമാർക്ക് തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ യാത്രയയപ്പ് നൽകി. ടൗൺ മസ്ജിദ് ഇമാം സാബിർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും യാത്രയാകുന്ന വിത്തൌട്ട് മെഹ്റം കാറ്റഗറിയിൽപ്പെട്ട 23 ഹജ്ജുമ്മമാർക്ക് തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ IUML ഹജ്ജ് സെൽ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. ടൗൺ മസ്ജിദ് ഇമാം സാബിർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊടക്കാട് കലാനികേതനത്തിന്റെ 2024 നാടൻ കലാ അവാർഡ് സമർപ്പണവും നാടൻ കലാ സെമിനാറും കരിവെള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് നിർവഹിച്ചു. കൊടക്കാട് കലാനികേതനത്തിന്റെ 2024 നാടൻ കല അവാർഡ് സമർപ്പണവും നാടൻ കലാ സെമിനാറും കരിവെള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിദ്ധ പാചക വിദഗ്ധൻ NS ശങ്കരനാണ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചത്. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് നിർവഹിച്ചു. പാചകത്തിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ കൈപുണ്യം എന്ന് പറയുന്നത് പുണ്യം എന്ന പാവനമായ ഒരു വാക്കുണ്ട്. ഒപ്പം തന്നെ അമ്മ എന്നൊരു കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു.
അമ്മ എന്ന് പറയുന്നത് സ്നേഹം. അപ്പൊ നല്ല പാചകക്കാരൻ സ്നേഹമൂർത്തി കൂടിയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ കടകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തോടൊപ്പം സ്നേഹം കൂടി നമുക്ക് കിട്ടാറുണ്ട്. ഒരുപക്ഷെ ഷോപ്പിൽ പോയാൽ അത് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെയാണ് പാചകം, നമ്മുടെ പാരമ്പര്യ പാചകത്തിന്റെ ഒരു പ്രത്യേകത. ചടങ്ങിൽ എം രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PC ഗോപിനാഥൻ, ഡോക്ടർ MS നായർ, PV തമ്പാൻ, M ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. NS ശങ്കരൻ മറുമൊഴി രേഖപ്പെടുത്തി. പുരസ്കാര ചടങ്ങിന് മുന്നോടിയായി നാടൻ കലാ സെമിനാറും സംഘടിപ്പിച്ചു. പാചകത്തിന്റെ ഗതിവിഗതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ VM ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. CV ഗോവിന്ദൻ, PT മോഹനൻ പണിക്കർ, K കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റും കുഞ്ഞിമംഗലം പറമ്പത്ത് AKG വായനശാലയും സംയുക്തമായി ആകാശമിഠായി വിനോദ വിജ്ഞാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്തു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റും പങ്കാളിത്ത ഗ്രാമം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ AKG സ്മാരക വായനശാല പറമ്പത്തും സംയുക്തമായി 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ആകാശമിഠായി വിനോദ വിജ്ഞാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഖ TV അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാലകൃഷ്ണൻ C ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു CV, ഷാജി PV, രവീന്ദ്രൻ M, സുരേഷ് MM എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെമ്മീൻ സിനിമയുടെ 60-ാം വാർഷികത്തോട് അനുബന്ധിച്ച് 60 പേർ ചേർന്ന് ചെമ്മീൻ സിനിമയിലെ ഗാനങ്ങൾ പാടി. കൂക്കാനം സ്കൂളിലാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. ചെമ്മീൻ സിനിമയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് 60 പേർ ചേർന്ന് ചെമ്മീൻ സിനിമയിലെ ഗാനങ്ങൾ പാടി. കൂക്കാനം സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രധാന അധ്യാപകൻ VV രവീന്ദ്രൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. ചെമ്മീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ മനം കവർന്ന ആ ചെമ്മീൻ സിനിമയെ വീണ്ടും ഈ കൂക്കാനത്തേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. അതിന്റെ തുടക്കമാണ് 60 പേർ ചേർന്ന് ഇന്നിവിടെ പാടുന്നത്. ഈ 60 ചേർന്ന് പാടുന്ന ഈ സംരംഭം തന്നെ ഒരു അത്ഭുതമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സിനിമാ ഗാനം ഇതിനു മുമ്പ് എവിടെയും പാടിയിട്ടില്ല. 60 പേർ ചേർന്നതൊന്നും എവിടെയും പാടിയിട്ടില്ല. ഏറ്റവും മികച്ച സംവിധായകരുടെ കീഴിൽ പോലും 50 പേര് മാത്രമാണ് പാടിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു സംരംഭം ഇതൊരു തന്റേടമാണ്. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരുമടങ്ങിയ 60 പേർ ചേർന്നുള്ള സംഘം പാട്ടിന്റെ കൊമ്പത്ത് എന്ന് പേരിട്ട ചെമ്മീനിലെ 2 ഗാനങ്ങൾ ആലപിച്ചു. ഇത് ചെമ്മീനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മധുവിന് കൈമാറും. വരും ദിവസങ്ങളിൽ ചെമ്മീൻ കൃതിയെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പുകൾ, വായനകൾ, ഏറ്റവും ഒടുവിൽ ചെമ്മീൻ സിനിമയുടെ പ്രദർശനം എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ABC ഗ്രൂപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സംരംഭമായ അക്കാദമിയിൽ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി സ്കില്ലപ്പ് 2024 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തളിപ്പറമ്പ് കുപ്പത്തെ ABC കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കില്ലപ്പ് 2024 പദ്ധതി ആവിഷ്കരിച്ചത്. സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനത്തോടൊപ്പം ജോലി നേടാനുള്ള അവസരവും പദ്ധതി വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ലോകത്താകമാനം വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുകയും സ്കിൽ വികസിപ്പിച്ച വിദ്യാർത്ഥികളെ ജോലി നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ABC ഗ്രൂപ്പ് അക്കാദമി എന്ന വിദ്യാഭ്യാസ സംരംഭം ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി സ്റ്റഡി വിത്ത് ഇൻഡസ്ട്രി പ്രോഗ്രാം ആരംഭിച്ചതും അക്കാദമിയിലാണ്. തളിപ്പറമ്പ് കുപ്പത്തെ ABC കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന സ്കില്ലപ്പ് 2024 പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ABC ഗ്രൂപ്പ് ഡയറക്ടർ K മുഹമ്മദ് തസ്ലീം അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷണൽ ഹെഡ് PK ജസില, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നീന ബിൻസി, CFO ബിനേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കൂക്കാനം GUP സ്കൂളിൽ നടന്നുവരുന്ന കായിക ഗ്രാമം പദ്ധതി ശ്രദ്ധേയമാകുന്നു. TI മധുസൂദനൻ MLA കായിക താരങ്ങളെ പരിചയപ്പെടുകയും മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവരുന്ന കായിക ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വേനലവധിക്കാലത്ത് നൽകി വന്ന പരിശീലനം സമാപിച്ചു. 6 ടീമുകളായി സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയും ചെയ്തു. TI മധുസൂദനൻ MLA കായിക താരങ്ങളെ പരിചയപ്പെടുത്തി മത്സര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് കൂക്കാനം ഗവൺമെൻറ് UP സ്കൂൾ. പ്രധാനാധ്യാപകനും സഹാധ്യാപകരും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി PTA എല്ലാവരും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ഷീജ, P ശ്യാമള, പ്രധാനാധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്റർ, M ശശിമോഹനൻ, ദീപു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സർക്കാർ UP സ്കൂൾ ജനകീയ പിന്തുണയോടെ സംസ്ഥാനത്ത് ആദ്യമായാണ് കായിക ഗ്രാമം പദ്ധതി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോറോം സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2024-25 വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് നവാഗതരെ വരവേറ്റത്. കോറോം സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. വർണ്ണങ്ങളിലൂടെയും വരകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും അറിവിന്റെ ലോകത്തിലേക്ക് പറന്നുയരാൻ സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയത്തിലെത്തിച്ചേർന്ന പിഞ്ചോമനകൾക്ക് വൻ വരവേൽപ്പാണ് ഒരുക്കിയത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി അധ്യക്ഷത വഹിച്ചു. N സുധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK സന്തോഷ് കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അവധിക്കാലം കഴിഞ്ഞ് കണ്ണൂർ രൂപതയിലെ ഇടവകകളിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശനോത്സവം നടത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 65 യൂണിറ്റുകളിലായി 5000-ൽ പരം വിദ്യാർത്ഥികൾ ക്ലാസുകളിലെത്തി. എന്റെ സഭ എന്റെ ഭവനം എന്ന ശീർഷകത്തിലാണ് പുതിയ അധ്യയന വർഷം സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. 2024-25 വർഷം യൂണിറ്റുകളിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനും മരങ്ങൾ നട്ടുവളർത്തുന്നതിനുള്ള പദ്ധതിക്കും തുടക്കമിട്ടു. പരിസ്ഥിതി അവബോധന ക്ലാസുകൾ നടത്തുകയും ചെയ്യും. മതബോധന വിഭാഗത്തിനു കീഴിൽ വിവിധ യൂണിറ്റുകളിലായി 1100-ൽ പരം അധ്യാപകരാണ് സേവനം ചെയ്യുന്നത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിലെ വിദ്യാർത്ഥികളെ ക്ലാസുകളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. വചന വിളക്കുകളും വർണ്ണ ബലൂണുകളുമായാണ് കുരുന്നുകൾ പ്രവേശനോത്സവത്തിന് എത്തിയത്. പള്ളിയിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ബർണശ്ശേരി കപ്പുച്ചിൻ ആശ്രമത്തിലെ ഫാദർ ജോസഫ് ഡിക്രൂസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ അധ്യക്ഷത വഹിച്ചു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി മാസ്റ്റർ ചടങ്ങിൽ നിലവിലെ പ്രധാനാധ്യാപകൻ KV ജോയ്സണിൽ നിന്ന് ചുമതലയേറ്റു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഠനം കളറാക്കാൻ വിദ്യാർത്ഥികൾക്ക് കളർ കുടകൾ നൽകി ചെറുതാഴം ബാങ്ക്. കുട വിതരണോദ്ഘാടനം പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് വർഷങ്ങളായി പഠനോപകരണങ്ങൾ നൽകി വരുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും 1ാം ക്ലാസ് പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാങ്ക് കളർ കുടകൾ നൽകി. പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് കുട വിതരണോദ്ഘാടനം നിർവഹിച്ചു. അത് മാത്രമല്ല PTA-യുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വിദ്യാലയം കൂടിയാണ് പുറച്ചേരി.
ടി വി ധനേഷ് അധ്യക്ഷത വഹിച്ചു. പി വി ഉമേഷ്, കെ ശശിധരൻ, വി പി മോഹനൻ, എ ജയൻ മാസ്റ്റർ, ഇ പി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വാരണക്കോട് ALP സ്കൂൾ പ്രവേശനോത്സവ ആൽബം നമുക്ക് മുന്നേറാം പുറത്തിറക്കി. ആൽബം പ്രകാശനം പ്രശസ്ത സിനിമാ സംവിധായകൻ സന്തോഷ് മണ്ടൂർ നിർവഹിച്ചു. വാരണക്കോട് ALP സ്കൂൾ പ്രവേശനോത്സവ ആൽബം നമുക്ക് മുന്നേറാം പുറത്തിറക്കി. ആൽബം പ്രകാശനം സിനിമാ സംവിധായകൻ സന്തോഷ് മണ്ടൂർ നിർവഹിച്ചു. പ്രസാദ് മാസ്റ്റർ കണ്ടോന്താറാണ് ആൽബത്തിന്റെ രചന നിർവഹിച്ചത്. വിനോദ് മാസ്റ്റർ SK പാലക്കാട് സംഗീതം നൽകി. രജീഷ് ചന്ദ്രൻ മണ്ടൂർ വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചു. വിഷ്ണു നമ്പർ ആണ് ആൽബത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ഹരീഷ് ഭാരതി, കൃഷ്ണപ്രിയ, അമോഘ, ആരുഷ് പ്രമോദ്, സന്മയ എന്നിവരാണ് ഗാനം ആലപിച്ചത്. ഏറ്റവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വീഡിയോ സോങ് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ രചന നടത്തിയത് പ്രസാദ് മാസ്റ്ററാണ്. ഈ സ്കൂളിലെ തന്നെ അധ്യാപകനാണ്. അതുപോലെ സംഗീതം നിർവഹിച്ചത് വിനോദ് കൃഷ്ണൻ SK ആണ്. അദ്ദേഹവും വളരെ നല്ല രീതിയിൽ, കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നു. ആലാപനം നടത്തിയത് ഹരീഷ് ഭാരതിയും അതുപോലെ കൃഷ്ണപ്രിയയുമാണ്. മുൻ ദേശീയ ചെസ് താരം VV ബലറാം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് ഇന്ദു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ, TV ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. അറിവിന്റെ മുറ്റത്തേക്ക് പുതുതായി ചുവടുവച്ചത് 2,40,000 കുട്ടികൾ. പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം പ്രാപ്പോയിലിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കിടയിൽ സ്ക്രീൻ ടൈം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്പീക്കർ AN ഷംസീർ. ഏറ്റുകുടുക്ക AUP സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം ചെറുതാഴം വിളയാങ്കോട് കടന്നപ്പള്ളി ഗ്രാമങ്ങളുടെ ജലസമ്പന്നതയെ നിർണായകമായി സ്വാധീനിക്കുന്ന അലക്യം തോട് ഒഴുക്ക് നിലച്ച് നാശത്തിന്റെ വക്കിൽ. ഒഴുക്ക് നിലയ്ക്കാൻ കാരണം ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ തോട്ടിൽ തള്ളിയ മണ്ണ് നീക്കാത്തതിനാൽ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും വലിയപറമ്പ് പഞ്ചായത്ത് BMCയുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാടക്കാൽ കണ്ടലോരം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.